കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം അത്യന്തം വീറും വാശിയും ഏറിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാലക്കാട്ട് നടക്കുന്നത്. 1,94,706 വോട്ടർമാരാണ് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലുള്ളത്. ആ മണ്ഡലത്തിൻ്റെ മറ്റൊരു സവിശേഷത, ഇതിൽ 1,290,000 സ്ത്രീകളും 94,000 പരം പുരുഷന്മാരുമാണ് വോട്ടർമാരായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് വോട്ടർമാരുടെ സംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 1,84,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ദീർഘ ദിവസങ്ങൾ പ്രചരണത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ പേരിൽ 13-ാം തീയതി നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ 20-ാം തീയതിയിലേക്ക് മാറ്റി ഇന്ന് നടക്കുന്നത്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഉറക്കച്ചുവടെല്ലാം മാറി അത്യന്തം ആവേശത്തോടു കൂടിയാണ് വോട്ടർമാർ ഇപ്പോൾ വരിയായി ബൂത്തുകളുടെ മുൻപിൽ അണിനിരന്നിരിക്കുന്നത്. പ്രായം ചെന്ന പുരുഷന്മാരും സ്ത്രീകളും അതോടൊപ്പം തന്നെ യുവതികളുമാണ് രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നതിനായി എല്ലാ ബൂത്തുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയും താരതമ്യേന വളരെ അനുകൂലമാണ്. അതുകൊണ്ട് മിക്കവാറുമുള്ള ആളുകൾ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വന്ന് വോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ സൂചകങ്ങളാണ് കാണുന്നത്. വൈകുന്നേരമാകുമ്പോൾ കാലാവസ്ഥ മാറുമോ എന്ന് ഭയമുള്ളത് കൊണ്ട് മിക്കവാറും പ്രായം ചെന്ന പുരുഷന്മാരും സ്ത്രീകളും യുവതികളും ഒക്കെ ഉച്ചയോടുകൂടി തന്നെ വോട്ടിംഗ് പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. ഓരോ ദിവസവും അവിടുത്തെ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെ പല കാരണങ്ങൾ കൊണ്ട് സവിശേഷതയുള്ളതായിരുന്നു. 3 മുന്നണികളും വിജയ സാധ്യത പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടി പാലക്കാടിനുണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഓടിച്ചു നോക്കുമ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി UDF-നാണ് മേൽക്കൈ ഉള്ളത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാർലമെന്റിലേക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ദേഹമായിരുന്നു പാലക്കാട് 3 പ്രാവശ്യം തുടർച്ചയായി അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പ് സവിശേഷ ശ്രദ്ധ ആകർഷിച്ചതാണ്. കാരണം ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തത് മെട്രോമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ബഹുമാന്യനായ E. ശ്രീധരനെ ആയിരുന്നു. അവിടെ അപ്പോഴും സംഭവിച്ചത് CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. CP പ്രമോദ് എന്ന് പറഞ്ഞ ഒരു CPM-ന്റെ സ്ഥാനാർത്ഥി വെറും 26% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. പാലക്കാടിന്റെ മറ്റൊരു വിശേഷത എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM 3-ാം സ്ഥാനത്താണ്. 25-26% കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും CPM-ന് ലഭിച്ചത് എന്നത് ഒരു പ്രത്യേകതയാണ്. ഒരു കാലത്ത് പാലക്കാട് CPM-ന്റെ കോട്ടയെന്നൊക്കെ CPM-കാർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ കോട്ടയെല്ലാം തകർത്തുകൊണ്ടാണ് 2-ാം സ്ഥാനത്തെങ്കിലും എത്താൻ BJP അവിടെ വളർന്നിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നാം കാണേണ്ടതായിട്ടുണ്ട്. ത്രികോണ മത്സരമെന്ന് സാങ്കേതികമായി പറഞ്ഞാൽ പോലും ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം മത്സരം UDF-ഉം BJP-യും തമ്മിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 3-ാം സ്ഥാനത്തേക്ക് തന്നെ CPM പോകും എന്നതിൻ്റെ സൂചകങ്ങളാണ് വോട്ടർമാരുടെ ശരീരഭാഷയിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നതായിട്ടുള്ള ആരോപണ നാടകങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസാവുകയും അതെല്ലാം അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. അവർ ഏറ്റവും ഒടുവിൽ കളിച്ച കളിയാണല്ലോ ഒരു നീലപ്പെട്ടി വിവാദം. UDF-ന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടിക്കണക്കിന് രൂപ കള്ളപ്പണം മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചെലവഴിക്കുന്നതായി പെട്ടിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചെന്നും അതിൻ്റെ പേരിൽ
കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുറികളിൽ പാതിരാത്രിയിൽ പോലീസ് എന്ന് ഒരു അന്വേഷണ നാടകം നടത്തിയതും അവസാനം നാണം കെട്ട് ഒന്നും കണ്ടെത്തിയില്ല എന്ന് എഴുതി കൊടുത്തു പോകേണ്ടി വന്നതുമായ ഒരു ചിത്രം എല്ലാവരും കണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടിയാണ് CPM ഉണ്ടാക്കിയത്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളാണല്ലോ PP ദിവ്യ കണ്ണൂർ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റിന്റെ പേരിലുണ്ടായ ആരോപണങ്ങളും അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു പാലക്കാട്. CPMന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അവിടെ തെരഞ്ഞെടുപ്പിലൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പാലക്കാടിന്റെ മന്ത്രിയായി മന്ത്രിസഭയിലുള്ള MP രാജേഷൊക്കെ അവിടുത്തെ കലാശക്കൊട്ടിലൊക്കെ തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹം ഓരോ സമയത്തും ഓരോ അഭിപ്രായം പറഞ്ഞ് വളരെ അപഹാസ്യമായ നിലയിലായിരുന്നു എതിർ സ്ഥാനാർത്ഥികളെയൊക്കെ വിവരിച്ചത്. ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം വ്യക്തിഹത്യയിലേക്ക് പോലും പോയതായി നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടുകാരനല്ല, അദ്ദേഹം വ്യാജ വോട്ടിംഗ് കാർഡുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ ബിരുദനാണ് എന്നൊക്കെ പറഞ്ഞ ഒരു മന്ത്രിയാണ് MP രാജേഷ് എന്ന് കാണാതെ പോകരുത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായപ്പോൾ ഉണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സന്ദീപ് വാര്യരുടെ BJPയിൽ നിന്നുള്ള വിടുതലും കോൺഗ്രസിൽ ചേർന്നതും CPMനെ വല്ലാതെ പരിഭ്രമത്തിലാക്കി, അസ്വസ്ഥരാക്കി. അതോടുകൂടി CPM നേതാക്കന്മാർ ആകെ പരിഭ്രമത്തിലായി. അവർ പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാകാത്ത രീതിയിലേക്ക് പോയി. കാരണം അവർക്കേറ്റ ഏറ്റവും വലിയ മുഖത്തേറ്റ അടിയായിരുന്നു ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള പ്രവേശനം. സന്ദീപ് വാര്യർ BJP വിടുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ചുവന്ന ഹാരവുമായി, ചുവപ്പ് പരവതാനിയുമായി ഈ MP രാജേഷും അദ്ദേഹത്തിൻ്റെയൊക്കെ സീനിയർ നേതാവായ AK ബാലനുമൊക്കെ സന്ദീപ് വാര്യരെ സ്വീകരിക്കാനായി. അദ്ദേഹം തങ്കപ്പെട്ടയാളാണ്, പൊന്നപ്പനാണ്, തങ്കപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് രായ്ക്ക് രാമാനും സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിൽ എത്തിപ്പെട്ടത്. അവർ ആശ്ചര്യമായി അവരെ ഞെട്ടിപ്പിച്ചു. പിന്നെ അവർ പറയുന്നതെല്ലാം എന്താണെന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. തുടർന്ന് അവർ വ്യക്തിഹത്യ നടത്തിയാണ് സന്ദീപ് വാര്യരെ കുറെ ദിവസങ്ങളായി ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും അതിനീചമായിട്ടുള്ള ഹീനമായിട്ടുള്ള ചിത്രമാണ് ഇന്നലെ കണ്ടത്. സമസ്തയുടെ പേരിലുള്ള 2 പത്രങ്ങളിൽ ഈ സന്ദീപ് വാര്യരെ കഠിനമായി അധിക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹം മുൻപ് നടത്തിയതായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കട്ടിങ് ഉപയോഗിച്ചും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് 2 പത്രങ്ങളിൽ, ആരും വായിക്കാത്തതാണെങ്കിലും സമസ്തയുടെ പേരിലുള്ള 2 പത്രങ്ങളിൽ വൻപിച്ച പരസ്യമാണ് കൊടുത്തത്. എന്തൊരു വില കുറഞ്ഞ തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ CPM ആകെ സമനില തെറ്റിയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് CPMന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 1% ഈ പ്രാവശ്യം കുറഞ്ഞായിരിക്കും. 3ാം സ്ഥാനത്ത് തന്നെ അവർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ നേട്ടം ഒരളവ് വരെ ഒരുപക്ഷെ BJP നേടിയെടുത്ത് അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ അല്പം വർധനവുണ്ടാക്കി എന്ന് വന്നേക്കാം. എന്നാലും ഒടുവിലത്തെ ചിത്രം ഇന്ന് ബൂത്തുകൾ നോക്കുമ്പോൾ, ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ, അവരുടെ ശരീരഭാഷ വായിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് വലിയ മേൽക്കൈ അവിടെയുണ്ട്. ഒരു UDF തരംഗമുണ്ട്. UDFിനെതിരായി പറഞ്ഞിരുന്ന ആരോപണങ്ങളെല്ലാം CPMന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. BJP പോലും ഒരു ഘട്ടത്തിൽ കള്ളപ്പണം പിടിക്കാനായി കൂട്ടുനിന്നെങ്കിലും അവർക്ക് ഒന്നും കണ്ടെത്താനായി കഴിഞ്ഞില്ല എന്നതും അവരെയും വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സന്ദീപ് വാര്യരുടെ കളം മാറിയുള്ള ഒരു കോൺഗ്രസിന് അനുകൂലമായ ഘടകമായി അത് മാറിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ പറയുമ്പോൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു എന്ന് ആക്ഷേപിക്കപ്പെട്ട ഭിന്നതകളൊക്കെ മാറി. അവരെല്ലാം വളരെ ഒത്തൊരുമയോടുകൂടി അവസാനം K മുരളീധരൻ പോലും വന്ന് സന്ദീപ് വാര്യരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവസാന നിമിഷം പോലും പ്രചരണ രംഗത്ത് സജീവമായത് കോൺഗ്രസ് അണികളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ജനങ്ങൾ നന്നായി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഓരോ ദിവസവും വർദ്ധിച്ചു.
അദ്ദേഹം ഈ തരത്തിൽ കള്ളപ്പണത്തിന്റെയും കുഴൽപ്പണത്തിന്റെയും ആളല്ല എന്ന് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട്ടെ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ, വിധിയെഴുത്ത് പൂർത്തിയാകുമ്പോൾ ചിത്രം പൂർണ്ണമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കും. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ശ്രീ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ്സുകാരുടെ എല്ലാവരുടെയും പ്രതീക്ഷ. പൊതുവെയുള്ള തരംഗവും ആ തരത്തിൽ അനുകൂലമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. BJP 2ാം സ്ഥാനത്ത് തന്നെ നിൽക്കും. അവരുടെ വോട്ടിങ്ങിന്റെ ശതമാനം നേരിയ തോതിലെങ്കിലും വർദ്ധിക്കാനാണ് സാധ്യത. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയിലെ അംഗമാണ്, പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ആ മണ്ഡലം നല്ല പരിചയമുള്ള ആളാണ്, ജനങ്ങളുമായി നന്നായി ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് 2ാം സ്ഥാനം BJPക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ആകെ നിലം പരിചാകാൻ പോകുന്നത് CPM ആയിരിക്കും. ഇപ്പോൾ തന്നെ നാനാവിധമായ കാരണങ്ങളാൽ വികൃതമായിരിക്കുന്ന CPMന്റെ മുഖം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഉപതെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ വികൃതമാകുമെന്ന കാര്യത്തിലും ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. വൻപിച്ച വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഭരണവിരുദ്ധ വികാരം, CPMന്റെ കീഴിലെ പോലീസ് സേനയുടെ കെടുകാര്യസ്ഥത, ഇതെല്ലാം ജനങ്ങൾ നന്നായി വിലയിരുത്തുന്നുണ്ട്. പാലക്കാട്ടെ കർഷകർ വളരെയേറെ ദുഃഖിതരാണ്. അവർക്ക് കഴിഞ്ഞ 9 വർഷങ്ങളായി ഈ പിണറായി സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു നിസ്സഹകരണം ആ കർഷകരെ, നെൽകർഷകരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് ഈ പ്രാവശ്യം CPM വീണ്ടും 3ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തും എന്ന കാര്യം വളരെ വ്യക്തമാണ്. 2ാം സ്ഥാനത്ത് അല്പം കൂടെ മെച്ചപ്പെട്ട നിലയിൽ BJP എത്തും എന്ന് വേണം കരുതാൻ. എങ്ങനെയൊക്കെ കൂട്ടിയാലും അന്തിമ വിജയം UDFന് തന്നെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഏതാണ്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലൊക്കെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ ബൂത്തുകളിലും ആളുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തകരാകെ ആവേശത്തിലാണ്. ചില പ്രശ്ന ബൂത്തുകളിൽ കൂടുതൽ നിരീക്ഷണത്തിനായി പ്രത്യേകമായ സുരക്ഷിതാ സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളവോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രചാരം വളരെ ശക്തമാണ്. ഇരട്ട വോട്ടുകളൊക്കെ അവിടെ ഉള്ളതായി ആക്ഷേപമുണ്ട്. അതുകൊണ്ട് അതെല്ലാം നിയന്ത്രിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രതയോടുകൂടി അവരുടെ മെഷീനറി ശക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ പോയാലും അവിടെ ഒരു സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടന്ന് അന്തിമമായ ഫലം വരുമ്പോൾ അത് UDFന് അനുകൂലമായിരിക്കും. മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രവർത്തനവും പിന്തുണയും ഒക്കെ വളരെ വലിയ വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നയിക്കും. ഒരു മാനസികവും ശാരീരികവുമായ ഒരു കരുത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇപ്രാവശ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് തിളക്കമാർന്ന വിജയം ഇപ്രാവശ്യം പാലക്കാട്ടുണ്ടാകും. അതിൻ്റെ പാലക്കാടിൻ്റെ പാരമ്പര്യം ഷാഫി പറമ്പിൽ അവിടെ ഉറപ്പിച്ചതായ ആ ബലം വീണ്ടും ഉറപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായിരിക്കും 23-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നതും കേൾക്കുന്നതുമായി ഇനിയും പ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കുന്നത്.